ഹായ്. ഇന്ന് ഞാൻ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ആരാണ് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ എന്ന് മനസ്സിലാക്കാം. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ഈസ് വൺ ഓഫ് ദ ട്രയാങ്കിൾ പോയിറ്റ്സ് ഇൻ വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ ഏജ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ക്യൂൻ വിക്ടോറിയയുടെ ഭരണകാലത്തിനെയാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ആ വിക്ടോറിയൻ ഏജിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധരായ 3 കവികളിൽ ഒരാളാണ് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. ബ്രൗണിംഗ് ആൻഡ് മാത്യു ആനൽഡ്, ഇവർ 3 പേരുമാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധരായ എഴുത്തുകാർ എന്ന് പറയുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല. എങ്കിലും നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇദ്ദേഹത്തിനെ പോപ്പുലറായി അറിയപ്പെടുന്നത് ദ മോസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് പോയിറ്റ് ഓഫ് ദ വിക്ടോറിയൻ ഏജ് എന്നാണ്. ദ മോസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് പോയിറ്റ് ഓഫ് ദ വിക്ടോറിയൻ ഏജ്. അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വളരെ പ്രസിദ്ധമായ, വളരെ തീം അനുസരിച്ചായാലും മെസ്സേജിൻ്റെ കാര്യത്തിലായാലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കവിതയാണ് യുലീസസ്. യുലീസസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഹീറോയെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല. ഈ യുലീസസ് ആണ് അക്കിലീസും ഉൾപ്പെടെ ട്രോയിലേക്ക് യുദ്ധം ചെയ്യാൻ പോവുകയും 10 വർഷത്തെ ദീർഘനാളത്തെ യുദ്ധം കഴിഞ്ഞ് 10 വർഷം കൂടെ എടുത്തു ഈ യുലീസസിന് തൻ്റെ സ്വന്തം രാജ്യമായ ഇഥാക്കയിലേക്ക് മടങ്ങിയെത്താൻ. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്തിൻ്റെ പേരെന്താ? ഇഥാക്ക. അങ്ങനെ നാട്ടിൽ നിന്ന് പോയി 20 വർഷങ്ങൾക്ക് ശേഷമാണ് യുലീസസ് എന്ന് പറയുന്ന ദ ഗ്രേറ്റ് ഗ്രീക്ക് ഹീറോ തൻ്റെ ഐലൻഡ് കൺട്രിയായ ഇഥാക്കയിലേക്ക് മടങ്ങി വരുന്നു. ആ മടങ്ങി വരവുമായി ബന്ധപ്പെട്ടാണ് കവിത ആരംഭിക്കുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ കവിത. വേണമെങ്കിൽ നമുക്ക് 3 ഭാഗമായി തിരിച്ചു വെക്കാം. ഒന്നാമത്തെ ഭാഗം എന്താണ് എന്ന് നോക്കാം. ഈ കവിത എഴുതിയിരിക്കുന്നത് ഒരു ഡ്രമാറ്റിക് മോണോലോഗ് എന്ന രൂപത്തിലാണ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും. അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ റോബർട്ട് ബ്രൗണിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ കവിതകളാണ് ഈ ഡ്രമാറ്റിക് മോണോലോഗുകൾക്ക് പേര് കേട്ടതെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സംഭവം ആ കഥാപാത്രം തന്നെ സംസാരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയും. മോണോ മീൻസ് സിംഗിൾ, ലോഗ് മീൻസ് സ്പീച്ച്. അപ്പോൾ ഒരാൾ മാത്രം സംസാരിക്കും, ബാക്കിയുള്ള കേൾവിക്കാരുണ്ടാകാം. അവരാരും തന്നെ മറിച്ചൊരു ചോദ്യം ചോദിക്കുകയോ ഒരു ഡയലോഗ് രൂപത്തിൽ അതിനെ കൊണ്ടുപോവുകയോ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിനെ മോണോലോഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മോണോലോഗിൻ്റെ രൂപത്തിലാണ് യുലീസസ് എന്ന് പറയുന്ന ടെന്നിസൻ്റെ കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. സൂചിപ്പിച്ചല്ലോ, 3 ഭാഗമായിട്ട്, നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി 3 ഭാഗമായിട്ട് വേണമെങ്കിൽ ഈ കവിതയെ നമുക്ക് തിരിക്കാം. ഒന്നാമത്തെ ഭാഗത്തിനുണ്ടല്ലോ, ഒന്നാമത്തെ ഭാഗം നമ്മൾ പരിശോധിച്ചാൽ യുലീസസ് എന്ന് പറയുന്ന ഗ്രേറ്റ് ഗ്രീക്ക് ഹീറോയുടെ ഭൂതകാലത്തിനെ കുറിച്ചും അദ്ദേഹം നടത്തിയ സാഹസികമായ യാത്രകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ വളരെ സുന്ദരമായ ഒരു വിവരണമാണ് ആ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹസികമായ യാത്രകൾ ഓരോ വായനക്കാരനെയും ആവേശം കൊള്ളിക്കുന്ന രീതിയിലാണ് ഈ കവിതയിൽ യുലീസസിൻ്റെ എക്സ്പെഡിഷൻസിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, 20 വർഷമായിരിക്കുക നാട്ടിൽ നിന്ന് പോയിട്ട്. 20 വർഷം കഴിഞ്ഞിട്ട് യുലീസസ്
തൻ്റെ സ്വന്തം രാജ്യമായ ഇഥാക്കയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ഐലൻഡാണ്, ഒരു മൗണ്ടനസ് ആയ പ്ലേസാണ്, അണീവനായ ഗ്രൗണ്ടാണ്, ഫെർട്ടിലിറ്റി ഇല്ലാത്ത ഗ്രൗണ്ടാണ്. അതിനേക്കാൾ ഉപരി അവിടുത്തെ അന്തേവാസികൾ, പ്രജകൾ എന്ന് പറയുന്നത് അൺസിവിലൈസ്ഡ് ആണ്, അൺലെറ്റേർഡ് ആണ്, അൺഎഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരെ ഭരിച്ചു പോകുക എന്ന് പറയുന്നത് അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് വീണ്ടും കാണാനും അവരുടെ ഭരണം ഏറ്റെടുക്കാനും ഒക്കെയാണ് യുലീസസ് ആ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വന്ന മാത്രയിൽ തന്നെ അതീവ സുന്ദരിയായിരുന്ന തൻ്റെ ഭാര്യ, അവരുടെ പേര് പെനിലോപ്പ് എന്നാണ്. പെനിലോപ്പ് 20 വർഷത്തിൻ്റെ ആ ഗ്യാപ്പിൽ അവർ അവർ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിലേക്ക് വഴുതി വീണ തൻ്റെ ഭാര്യയാണ് നമ്മുടെ യുലീസസ് കാണുന്നത്. അപ്പം ഭാര്യയുടെ പേരെന്താണ്? ഭാര്യയുടെ പേര് പെനിലോപ്പ് എന്നാണ്. പെനിലോപ്പ് വാർദ്ധക്യത്തിലേക്ക് വഴുതി വീണു. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സൗന്ദര്യമെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരേ ഒരു മകനാണുള്ളത്, സമർത്ഥനായ ഭരണാധികാരി എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. അവൻ്റെ പേര് ടെലിമാക്കസ് എന്നാണ്. ടെലിമാക്കസ് ആണ് ഈ അച്ഛൻ്റെ അഭാവത്തിൽ ഈ ഇഥാക്ക എന്ന് പറയുന്ന ആ രാജ്യത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വന്ന മാത്രമേ തന്നെ ഈ ആളുകളെ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ യുലീസസിന് മനസ്സ് വരുന്നില്ല. അത് ഇങ്ങനെ പറയുന്നു, കവിതയിൽ ഒരു വരി തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്: ഐ കനോട്ട് റെസ്റ്റ് ഫ്രം ട്രാവൽ, ഐ വിൽ ഡ്രിങ്ക് ലൈഫ് ടു ദ ലീസ്. ഐ കനോട്ട് റെസ്റ്റ് ഫ്രം ട്രാവൽ, യാത്ര ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഐ വിൽ ഡ്രിങ്ക് ലൈഫ് ടു ദ ലീസ്. എൻ്റെ മരണം വരെ, ജീവിതത്തിൻ്റെ അവസാന നാളുകളിലും യാത്രയുടെ മാധുര്യം ആവോളം ആസ്വദിക്കുവാനാണ് എൻ്റെ തീരുമാനം. അതിനാണ് എൻ്റെ മനസ്സ് പാകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഇഥാക്കയിൽ തമ്പടിച്ച് നിന്ന് ഈ രാജ്യം ഭരിച്ച് ഭാര്യയോടും മകനോടും ഇവിടെ താമസിക്കാൻ എനിക്ക് കഴിയില്ല. ഐ ഹാവ് ടു ഗോ. ആ അർജാണ് അദ്ദേഹത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഐ ഹാവ് ടു ട്രാവൽ ഫാർ ആൻഡ് വൈഡ്. I have to go, I have to discover, I have to explore many more countries. ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്: ഞാൻ ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കിയ അറിവ് വളരെ കുറവാണ്, കണ്ട രാജ്യങ്ങൾ വളരെ കുറവാണ്. ഇനിയും അറിയാനുള്ളതും അറിഞ്ഞതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ കുറവാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ഒരുപാട് ഭാഷകൾ പഠിക്കാനുണ്ട്, ഒരുപാട് രാജകൊട്ടാരങ്ങൾ സന്ദർശിക്കാനുണ്ട്, ഒരുപാട് തുല്യരായ ആളുകളുമായിട്ട് ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ യാത്ര പോവുകയാണ്, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയും. രണ്ടാമത്തെ ഭാഗത്തുണ്ടല്ലോ, തൻ്റെ മകനായ ടെലിമാക്കസിനെ കുറിച്ചുള്ള നല്ല അഭിപ്രായമാണ്. ടെലിമാക്കസ് എന്ന് പറയുന്ന മകൻ, അവൻ വളരെ വളരെ എന്താ പറയുന്നു, പാകതയും പക്വതയും വന്ന ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. ഹീസ് ഏബിൾ ടു അഡ്മിനിസ്റ്റർ, ഹീസ് ഏബിൾ ടു റൂൾ ഓവർ ദ കിങ്ഡം ഇഥാക്ക. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ, യുലീസസിൻ്റെ കണ്ണിൽ ഫാദറിനേക്കാൾ ബെറ്ററാണ് ഭരണാധികാരി. ആസ് എ റൂളർ, മൈ സൺ ടെലിമാക്കസ് ഈസ് ഫാർ ബെറ്റർ ദാൻ ഹിസ് ഫാദർ എന്നാണ് പറയുന്നത്. ഒരു ഭരണാധികാരി ഇത്രയും എന്താ പറയുന്നത്, സംസ്കാരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകളെ തന്ത്രപ്രധാനമായി നയപരമായി ഭരിച്ചു കൊണ്ടുപോകാൻ തൻ്റെ മകൻ കാണിക്കുന്ന പ്രാവീണ്യം, അതിൽ അച്ഛൻ വളരെയധികം സന്തോഷവാനാണ്. അച്ഛൻ പറയുക, എന്നെക്കാളും മികച്ച ഭരണാധികാരിയാണ് എൻ്റെ മകനായ ടെലിമാക്കസ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ എനിക്കെൻ്റെ രാജ്യം എൻ്റെ മകനെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് കഴിയും. കാരണം അവൻ വളരെ വളരെ സാമർഥ്യമുള്ളവനാണ്. വരും കാലത്ത് നല്ല രീതിയിൽ രാജ്യത്തിനെ ഭരിക്കുവാനും അവൻ്റെ അമ്മയെ സംരക്ഷിക്കുവാനും അവന് കഴിയും. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ എൻ്റെ
കൊട്ടാരവും രാജ്യവും ചെങ്കോലും എല്ലാം എൻ്റെ മകനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പടിയിറങ്ങുകയാണ്. ഇതാണ് രണ്ടാമത്തെ ഭാഗം പറയുന്നത്. മൂന്നാമത്തെ ഭാഗത്ത് വരുമ്പോണ്ടല്ലോ ഇദ്ദേഹം യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പില്ല. വളരെ വാർദ്ധക്യം കടന്നു വന്നിട്ടുണ്ട്, വളരെ ഏജ്ഡായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ മാരിനേഴ്സും ഇദ്ദേഹത്തിൻ്റെ സെയിലേഴ്സും. എന്നിട്ടും അവരിലെ യാത്ര ചെയ്യാനുള്ള ആവേശം കെട്ടടങ്ങുന്നില്ല. അതാണ് ഈ കവിതയുടെ പ്രധാനപ്പെട്ട മെസ്സേജ് തന്നെ എന്നാ പറയുന്നു. പ്രായമെന്ന് പറയുന്നത്, വാർദ്ധക്യമെന്ന് പറയുന്ന റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയമല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് യുലീസസ്. ഈ കവിതയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം അതാ പറയുന്നത്. യാത്രയുടെ തയ്യാറെടുപ്പുകൾ നടത്തുകയും യാത്ര പോകാനുള്ള കപ്പൽ തയ്യാറാക്കുകയും തന്നോടൊപ്പം അനുഗമിക്കുന്ന ബാക്കിയുള്ള മറൈനേഴ്സിനെ ഒന്ന് ഉത്സാഹപ്പെടുത്തി നിർത്തുകയും ചെയ്യുക. എന്നിട്ട് അവരോട് പറയുക, വാർദ്ധക്യം എന്ന് പറയുന്നത് വെറുതെ കളയേണ്ട ഒന്നല്ല, വെറുതെ ഇരിക്കേണ്ട സമയമല്ല. എന്നാൽ എന്ത് ചെയ്യേണ്ടതാ? കൂടുതൽ കൂടുതൽ മരണം വരെ അധ്വാനിക്കേണ്ട സമയമാണ് മനുഷ്യൻ്റെ ജീവിതം. മരണം വരെയും നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് യുലീസസ് നമുക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നത്. റിട്ടയർമെൻ്റ് എന്നുള്ളത് ഒരു സംവിധാനമേ ഇല്ല എന്ന് അദ്ദേഹം പറയുക. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫിലോസഫി ഈ കവിതയിലൂടെ പുറത്തു വരികയാണ്. അദ്ദേഹം ഈ മാനവരാശിക്ക് നൽകുന്ന ഏറ്റവും ഉദാത്തമായൊരു ഫിലോസഫി എന്ന് പറയുന്നത് ഇതാണ്: ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽഡ്. ഒന്നുകൂടെ ഞാനത് വായിക്കാം. ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽഡ് എന്നാണ് പറയുന്നത്. സ്ട്രൈവിൻ്റെ അർത്ഥം എന്താ? അധ്വാനിക്കുക എന്നാണ്. സീക്ക് ചെയ്യുക, അന്വേഷിക്കുക. ഫൈൻഡ് നിങ്ങൾക്കറിയാം, കണ്ടെത്തുക. ആൻഡ് നോട്ട് ടു ഈൽഡ് എന്നാണ് പറയുന്നത്. ഈൽഡ് ചെയ്യാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. ഒരിക്കലും നമ്മൾ എടുത്ത തീരുമാനം ഉപേക്ഷിക്കരുത്. വിജയിക്കുന്നത് വരെ നമ്മൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ അധ്വാനിക്കുക, അന്വേഷിക്കുക, കണ്ടെത്തുക. ഒരിക്കലും നമ്മൾ നമ്മുടെ മിഷൻ, നമ്മുടെ ദൗത്യം ഉപേക്ഷിക്കരുത്. ഇതാണ് ഈ കവിതയിലെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്. ഇത് വിക്ടോറിയൻ ഏജിൻ്റെ സന്ദേശമാണ്. വിക്ടോറിയൻ ഏജിൽ മനുഷ്യ രാശിയുടെ പൊതുവായ മെസ്സേജ് തന്നെ ഇതാണ്: ഒരിക്കലും ഒന്നിനും അടിമപ്പെടാതെ മുന്നോട്ട് ശക്തിയുക്തം മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.